വിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ 22ാമത്തെ ദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് മഗ്‌രിബോടുകൂടി റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ പ്രധാനപ്പെട്ട രാവാകുന്ന ലൈലത്തുൽ ഖദറിനെ കൂടുതലായി പ്രതീക്ഷിക്കേണ്ട നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. ദുആക്ക് ഇജാബത്തുള്ള, അള്ളാഹു തആല അവൻ്റെ അടിമകൾക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുള്ള രാവാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി തന്നെ നമുക്ക് ഒരു കാര്യം പറഞ്ഞ്, ഏതാണ് ആ കാര്യം? സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. ഏതാണ് ആ ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്? വിശദമായ ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അതിനെപ്പറ്റി നമുക്കൊന്ന് പഠിക്കണം. ഇന്നു മുതൽ നമുക്ക് പതിവാക്കണം. ഇന്നത്തെ രാത്രിയും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാൻ മറന്നു പോകരുത്. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്ന 11 വമ്പൻ പ്രതിഫലങ്ങൾ, 11 ഒരുപാടുണ്ട്, നമ്മളിവിടെ 11 പറയുകയാണ്, അതിനേക്കാൾ കൂടുതലുണ്ട്. ആ പ്രതിഫലങ്ങൾ മുഴുവനും കരസ്ഥമാക്കാൻ ഒരൊറ്റ പ്രാവശ്യം സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതെങ്ങനെയാണ് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നേട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഒന്നിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞു സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണാൻ മറന്നു പോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ചറബ്ബ് അവൻ്റെ കരുണ കിട്ടുന്ന, അവൻ്റെ കരുണ കൊടുക്കുന്ന നല്ല അടിമകളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10 നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ റമദാൻ എന്നല്ല, എല്ലാ ദിവസവും, വർഷത്തിലെ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ പറയേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ, അല്ലേ? നമ്മളൊക്കെ പറയുന്നവരാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയുന്നവരാണ്. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വീട്ടിൽ കഴിഞ്ഞ് നമ്മൾ ഉടൻ തന്നെ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ട് 3 വട്ടം. അപ്പോൾ ആ ഇസ്തിഗ്ഫാർ അവിടെ കൊണ്ട് ഒതുക്കേണ്ടതല്ല. ഇസ്തിഗ്ഫാർ എപ്പോഴും നമുക്ക് അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ വിശുദ്ധമായ ഹദീസിൻ്റെ കിതാബുകളിൽ എമ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ കിട്ടുന്ന നേട്ടം. അതായത് മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ഒരുവൻ ഇസ്തിഗ്ഫാറിൽ നിന്നും അധികരിപ്പിച്ചു പറഞ്ഞാൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നത്, അവൻ വിചാരിക്കാത്ത രൂപത്തിലൂടെ അല്ലാഹു തആല റിസ്ക് കൊടുക്കുമെന്നാണ്. അവൻ വിചാരിക്കാത്ത രൂപത്തിലൂടെ അല്ലാഹു തആല അവനിക്ക് റിസ്ക്, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വെള്ളം, അവൻ്റെ വസ്ത്രം, അവൻ്റെ വീട്, അവൻ്റെ വാഹനം, അവൻ്റെ കുടുംബം, ഇതൊക്കെ റിസ്ക്കിൽപ്പെട്ടതാണ്. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ്. മാത്രമല്ല അവൻ്റെ മനസ്സിലുള്ള ഹമ്മ്, അതായത് മനപ്രയാസം, മനക്ലേശം, ടെൻഷൻ, ഡിപ്രഷൻ, അതൊക്കെ ദൂരീകരിക്കാൻ ഇസ്തിഗ്ഫാർ കൊണ്ട് സാധിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ദുആകളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദുആ ഏതാ? അത് ഖുർആനിൽ വന്നിട്ടുള്ള ദുആയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ അത് ഖുർആനിൽ വന്നിട്ടുള്ള ദുആകളാണ്. പ്രത്യേകിച്ച് നബിമാരുടെ ദുആകളാണ്, പ്രവാചകന്മാരുടെ ദുആയാൻ, പിന്നെ സ്വഹാബിമാർ പറഞ്ഞിട്ടുള്ള ദുആയാൻ, ഔലിയാക്കന്മാർ പറഞ്ഞിട്ടുള്ള ദുആയാൻ. അപ്പോൾ ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിലുള്ള ദുആ. പിന്നെ അത് കഴിഞ്ഞ് ഹദീസിൽ വന്നിട്ടുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി ഒരുപാട് ദുആകൾ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. അതാണ് 2ാമത്തെ സ്ഥാനം. പിന്നെ സ്വഹാബിമാരുടെ ദുആ, പിന്നെ ഔലിയാക്കന്മാരുടെ ദുആ. ദുആ എപ്പോഴും തുടങ്ങേണ്ടത് പാപമോചനം തേടിക്കൊണ്ടാണ്. എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും എങ്ങനെയാണ് തുടങ്ങേണ്ടത്? പാപമോചനം തേടിക്കൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ ദ്വാരക്കുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ ജോലി നീ ശരിയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ മക്കൾക്ക് നീ ഉന്നതമായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ ബിസിനസ് നീ വളർത്തി തരണേ അല്ലാ. എനിക്ക് നല്ലൊരു കല്യാണാലോചന തരണേ അല്ലാ. എൻ്റെ വീട് പണി അങ്ങനെയല്ല ദുആ ചെയ്ത് തുടങ്ങേണ്ടത്. ദുആ ഇറക്കുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. അതിലാദ്യം പറയേണ്ടത് നമ്മുടെ പാപങ്ങൾ പൊറുക്കണേ എന്നാണ്. ദുആയിൽ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് അങ്ങനെയാണ്. എങ്ങനെ ദ്വാരക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആദ്യം ഹംദ് പറയണം. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. 2ാമത്തത് സ്വലാത്ത് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഖുർആനിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഹദീസുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, നമുക്കറിയാവുന്ന
പാപമോചനം തേടിക്കൊണ്ടുള്ള ദുആയാണ്, തൗബയുടെ വചനമാണ്. അതിൽപ്പെട്ടതാണ് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ പറയാം. അല്ലെങ്കിൽ ഏത് ദുആ പറയണം? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇങ്ങനെയുള്ള ദുആകൾ, അതായത് പാപം പൊറുക്കണേ എന്നുള്ള ദുആകൾ ആദ്യം കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഒരുപാട് ദുആകളുണ്ട്. ആ ദുആകളാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പാപമോചനമാണ് തേടേണ്ടത്. ഇനിയിപ്പോൾ ഈ അറബിയിൽ നമുക്ക് പാപമോചനം തേടാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അള്ളാഹുവേ പടച്ചവനെ, ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, എൻ്റെ ഉമ്മച്ചയുടെ, എൻ്റെ വാപ്പിച്ചിയുടെ, എൻ്റെ മാതാപിതാക്കളുടെ പാപം പൊറുക്കണേ അല്ലാ, എൻ്റെ ഭാര്യ സന്താനങ്ങളുടെ, എൻ്റെ ഭർത്താവിൻ്റെ പാപം പുറത്തു കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെയും നമ്മളോട് ബന്ധപ്പെട്ടവരുടെയും തെറ്റുകൾ പുറത്തു തരണേ എന്നാണ് ആദ്യമായി നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇത് നമ്മൾ പഠിച്ചു വെക്കുക. എന്ത്? ഇസ്തിഗ്ഫാർ. നമ്മുടെ പ്രധാന ദുആകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ. ആദ്യം തന്നെ ദുആരക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാം. ഇസ്തിഗ്ഫാറുകളിൽ പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ ഏതാണ്? സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഇപ്പോൾ നിസ്കാരം എത്ര വഖത്താ? ഫർദ് നിസ്കാരം 5 വഖത്താണ്. 5 വഖത്ത് ഫർദ് നിസ്കാരമുണ്ട്. ഈ 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾക്കും ഒരേ പ്രതിഫലമല്ല, വ്യത്യസ്തമായ കൂലിയാണ്. 2 അഭിപ്രായമുണ്ട്. സ്വലാത്തുൽ വുസ്ത, ഏതാണ് സ്വലാത്തുൽ വുസ്ത? ഈ ഫർദ് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രതിഫലമുള്ള നിസ്കാരം സ്വലാത്തുൽ വുസ്തയാണ്. 2 അഭിപ്രായം. ഒന്ന്, അത് സുബഹി നിസ്കാരമാണ്. രണ്ടാമത്തേത് അസുർ നിസ്കാരമാണ്. അപ്പോൾ ഒന്നുകിൽ സുബഹി നിസ്കാരമാണ് ഈ 5 വഖത്ത് നിസ്കാരങ്ങളുടെ നേതാവ്, അല്ലെങ്കിൽ അസർ നിസ്കാരമാണ് ഈ 5 വഖത്ത് നിസ്കാരങ്ങളുടെ നേതാവ്. അപ്പോൾ സുബഹി നിസ്കാരവും അസർ, പ്രത്യേകിച്ച് സുബഹി നിസ്കാരം ഫർദ് നിസ്കാരങ്ങളുടെ നേതാവാണ്. അതുപോലെ തന്നെ ഈ റമദാനിൽ നമ്മൾ നോമ്പ് പിടിക്കുമല്ലോ. ഈ റമദാനിൽ നോമ്പ് പിടിക്കുമ്പോൾ ഒന്നാമത്തെ നോമ്പിൻ്റെ പ്രതിഫലമല്ല 25ാമത്തെ നോമ്പിന് കിട്ടുന്നത്, 23ാമത്തെ നോമ്പിന് കിട്ടുന്നത്, 27ാമത്തെ നോമ്പിന് കിട്ടും. ഓരോ നോമ്പും കഴിയും തോറും പ്രതിഫലം കൂടി വരുമെന്നാണ്. 11 മാസവും നമ്മൾ ചെയ്യുന്ന ഉംറ പോലെയല്ല റമദാനിൽ ചെയ്യുന്ന ഉംറ. റമദാനിൽ ചെയ്യുന്ന ഉംറക്ക് മറ്റ് മാസങ്ങളിൽ ചെയ്യുന്ന ഉംറയേക്കാൾ പ്രതിഫലം കൂടുതലാണ്. എന്താ? റമദാനിൽ ഒരു മനുഷ്യൻ ഉംറ ചെയ്താൽ അത് ഹജ്ജിൻ്റെ പ്രതിഫലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്വതക്ക കൊടുക്കാറുണ്ട്. സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ അടുക്കൽ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് സ്വതക്ക കൊടുത്താൽ ആർക്കാണെന്നറിയോ? നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരാറുണ്ട്, നമ്മൾ അവർക്ക് സ്വതക്ക കൊടുക്കാറുണ്ട്, എല്ലാത്തിനും പ്രതിഫലമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിഫലം നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബക്കാരിൽ പാവപ്പെട്ട ആൾക്കാരുണ്ടാവില്ല, അവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും പുണ്യമുള്ള സ്വതക്ക എന്നാണ്. അങ്ങനെ ഒരു അമലിൽ തന്നെ വ്യത്യസ്തമായ കൂലി കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം, ഇങ്ങനെ ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്. ഈ ഇസ്തിഗ്ഫാറുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇസ്തിഗ്ഫാർ ഏതാണ്? അത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഉസ്താദെ, ഞങ്ങൾക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാം. ആയിക്കോട്ടെ, പക്ഷേ ആരൊക്കെ ഈ റമദാനിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ റമദാനിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാൻ പറ്റിയ സമയമാണ് റമദാനിൻ്റെ അവസാനത്തെ 10. അവസാനത്തെ 10ലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അവസാനത്തെ 10ൻ്റെ സുന്ദരമായ ഓരോ രാവുകൾ, പകലുകൾ നമ്മളിലൂടെ ഇങ്ങനെ വിട പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ റമദാനിൻ്റെ അവസാനത്തെ 10 എന്തായാലും നമ്മൾ മുടങ്ങാതെ ഇനിയുള്ള എല്ലാ ദിവസവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കണം. ഉസ്താദ്, ഞങ്ങൾക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയില്ല, അല്ലെങ്കിൽ അറിയാം, 2 രൂപത്തിൽ ഞങ്ങൾക്കറിയാം, ചില ആളുകൾക്ക് ഞങ്ങൾക്ക് അറിയില്ല ഏതാണത്. അപ്പോൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒന്നുകൂടി പരിചയപ്പെടുത്തി തരുന്നു. അതിൻ്റെ നേട്ടങ്ങൾ നമ്മളിതാ പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ല ഉസ്താദെ, ഇതിനകത്ത് അസ്തഗ്ഫിറുല്ലാ എന്നുള്ള വാക്കൊന്നും വന്നില്ലല്ലോ. ചില ആൾക്കാർ ചോദിക്കും, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാർ അതിൽ വരണ്ട, അതിനകത്ത് ഇസ്തിഗ്ഫാർ ഇല്ലല്ലോ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ
അള്ളാഹുവേ എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറയുന്നതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. അത് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാലും അതും ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാലും അതും ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ അർഹംനി എന്ന് പറഞ്ഞാലും അതും ഒരു ഇസ്തിഗ്ഫാറാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പറഞ്ഞാലും അപ്പോൾ ഇസ്തിഗ്ഫാർ പല രൂപത്തിലുണ്ട്. ആ പല രൂപത്തിലുള്ള ഇസ്തിഗ്ഫാറിൽ പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ? പറഞ്ഞേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഏകദേശം അതിൻ്റെ അർത്ഥം എന്താണ്? റബ്ബേ, അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. നീ എൻ്റെ രക്ഷിതാവാണ് അല്ലാ, നീ എൻ്റെ പരിപാലകനാണ് അല്ലാ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അല്ലാഹുവേ, നീ എൻ്റെ റബ്ബാണ്, ഞാൻ നിൻ്റെ അടിമയാൻ. അല്ലാഹുവേ, എങ്ങനെ? നീ എൻ്റെ റബ്ബാണ്, ഞാൻ നിൻ്റെ അടിമയാൻ. അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള പാപമോചനം എനിക്ക് തരണേ അല്ലാ. നീ വിധിച്ചിട്ടുള്ള എല്ലാ ഷർറുകളെ തൊട്ടും ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും നീ എന്നെ കാക്കണേ അല്ലാ. നിന്റെ ഒരുപാട് നിഅമത്തുകൾ അത് ഓശാരമായി തരണേ അല്ലാ. വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഫഇന്നഹു, നിശ്ചയമായും നീ, ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, നീയല്ലാതെ മറ്റാരും എൻ്റെ പാപങ്ങൾ പൊറുക്കാനില്ല അല്ലാ. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ഏകദേശ രൂപം, ഏകദേശ അർത്ഥം. ഒന്നുകൂടി പറഞ്ഞേ, അല്ലാഹുമ്മ അൻത റബ്ബി. ഇപ്പം തന്നെ ഒന്ന് പറ, മനസാന്നിധ്യത്തോടെ ഒരു വട്ടം, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറയണം. ഇനിയുള്ള ദിവസങ്ങളിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറന്നു പോകരുത്. പറഞ്ഞോ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇനി കേട്ടോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പൊതുവായി എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് അല്ലാഹു തആല ഒരു ജനതയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുന്നവരാരാണോ അവരെ അല്ലാഹു മാറ്റി നിർത്തുന്നതാണ്. കൊറോണ വരുന്നു, സുനാമി വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു, ഭൂകമ്പം വരുന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ സ്ഥിരമായി പറയുന്നവരാണോ അവരെ അല്ലാഹു തആല മാറ്റും. അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും, അവർക്ക് അല്ലാഹു തആല ആ ഒരു പൊതുവായ ശിക്ഷ കൊടുക്കില്ലെന്നാണ്. രണ്ടാമത്തേത്, ഐഹികമായ ആവശ്യങ്ങൾ നമുക്കൊരുപാടുണ്ട് അല്ലേ? നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ജോലിയുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യം, നമ്മുടെ വീടിൻ്റെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ കാര്യം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം, നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം, നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ഐഹികമായ ഹലാലായ മുറാദുകൾ ഹാസിലായി കിട്ടാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ സ്ഥിരമായി പറയണേ. മൂന്നാമത്തെ പ്രതിഫലം, മാനസികമായ ശാരീരികമായ ശക്തി അല്ലാഹു തരും. എവിടെയും പതറിപ്പോകൂല എന്നാണ്. ഇന്ന് പലരും പതറിപ്പോകുന്നു, ലഹരിക്കടിമയായി, അവരുടെ വിവേകം ഇല്ലാതായി, ലഹരിക്ക് അടിമയായി അവരുടെ ജീവിതത്തിൽ അവർ പതറിപ്പോകുന്നു. ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന ഭാര്യമാർ, മക്കളെ കൊല്ലുന്ന പിതാക്കന്മാർ അല്ലേ, സഹോദരനെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു, ബന്ധുമിത്രാദികളെ കൊല്ലുന്നു. ഇന്ന് കൊലപാതകത്തിൻ്റെ ചർച്ചകളാണ്. ഈ റമദാനിൽ പോലും മുസ്ലിം നാമധാരികൾ അവരുടെ നോമ്പ് കാരിയായി ഇരിക്കുന്ന ഭാര്യയെയും ഉമ്മയെയും വാപ്പയെയും അതുപോലെ മക്കളെയൊക്കെ കൊല്ലുന്ന, പച്ചക്ക് വെട്ടിക്കൊല്ലുന്നൊരു കാലം. റബ്ബേ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ സലാമത്തിലാക്കണേ അല്ലാ. അപ്പോൾ അത് മാനസികമായ ശക്തി, ഈമാനികമായ ഒരു ആവേശം ഉണ്ടാവാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നല്ലതാണ്. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കടത്തിൽ മുങ്ങിത്താഴുന്നവരുണ്ട്. മാറണോ, സലാമത്ത് കിട്ടണോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. പിന്നെയോ നമുക്ക് കിട്ടിയ ഒരുപാട് നിഅമത്തുകളുണ്ട് അല്ലെ, ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് നിലനിന്ന് കിട്ടണോ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ.
അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം കിട്ടണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഇനി വരാനുണ്ടാകാം, നമുക്കറിയില്ല. ആ വരാനുള്ള പ്രയാസങ്ങൾ മാറാനും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. പിന്നെയോ ഉപജീവനമാർഗം, നമ്മുടെ കച്ചവടം, ജോലി, അല്ലേ, നമ്മുടെ ബിസിനസ്, അതിലെന്താണോ അള്ളാഹു ബറക്കത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ബറക്കത്ത് കിട്ടണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. പിന്നെയോ നമ്മുടെയും നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനും നമുക്കും ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാവാതിരിക്കാൻ, നമുക്കൊന്ന് അടുത്തിരിക്കാൻ, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള അടുപ്പം കൂടാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാരണമാണ്. ദുന്യാവ് നിസാരമായി തോന്നി ആഖിറത്തോട് ഇഷ്ടമുണ്ടാവണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ശൈത്താന്റെ കെണിവലകളിൽ നിന്നും രക്ഷ കിട്ടണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. കണ്ണേർ, കരുനാക്ക്, കൊതി, അസൂയ, അതിൽ നിന്നും കാവൽ കിട്ടണോ ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ഈമാൻ കൂടണോ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. അള്ളാഹുവിനോട് സ്നേഹമുണ്ടാവണോ, അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. മരണസമയത്ത് മലക്കുകൾ വന്ന് നമ്മളോട് സന്തോഷ വാർത്ത പറയണോ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാരണമാണ്. സിറാത്ത് പാലം വേഗത്തിൽ കടക്കാനും വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനും വലത് കയ്യിൽ കിതാബ് കിട്ടാനും ഏതാണോ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ള സ്വർഗത്തിന്റെ പദവി അവിടെ വേഗത്തിലെത്താനും സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാരണമാണ്. എല്ലാത്തിലുമുപരിയായി അള്ളാഹുവിൻ്റെ അദാബ്, അത് ഖബറിന്റെ ശിക്ഷ, മഹ്ശറയുടെ അദാബ്, ദുന്യാവിൽ തന്നെ പല വിധത്തിലുള്ള അദാബുകൾ, അതിനെ തൊട്ടെല്ലാമുള്ള കാവൽ കിട്ടാനും സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്ക് ഉപകാരമാണ്. ഇങ്ങനെ തുടങ്ങി 11ഓളം വമ്പൻ പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന പുണ്യമായ ഒരു അമലാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഈ ഒരു ഇസ്തിഗ്ഫാർ ഇനിയുള്ള ദിവസം, ഇന്നിപ്പോൾ വിശുദ്ധമായ റമദാനിൻ്റെ പുണ്യമായ ഒരു ഒറ്റയിട്ട രാവാണ്, അല്ലേ? ഇനിയും ഒറ്റ രാവുകൾ ഇനി നമുക്ക് 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവൊക്കെ വരാനിരിക്കുന്നു. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഈ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം തരണേ അല്ലാ. ആ പുണ്യം കിട്ടാനും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാരണമാണ്. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറന്നു പോവരുത്. നമുക്ക് ഒരു വട്ടം കൂടി പറഞ്ഞാലോ? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനി സ്ഥിരമായി റമദാനി മാത്രമല്ല കേട്ടോ, റമദാനിന് ശേഷവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും നരകമോചനം കിട്ടാനും അള്ളാഹുവിൻ്റെ അദാബുകളെ തൊട്ടുള്ള കാവൽ കിട്ടാനും റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ റബ്ബേ ഓരോ മിനിറ്റുകൾ എടുത്ത് 5 മിനിറ്റും 10 മിനിറ്റൊക്കെ എടുത്തിട്ട് ഓരോ ദുആവസിയത്ത് എഴുതുന്ന ഉമ്മമാരുണ്ട്, അല്ലേ? ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണം, ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ, മക്കൾ വിദേശത്ത്, ഇങ്ങനെ ഓരോ ഉമ്മമാർ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നുണ്ട്, അല്ലേ? പലർക്കും എഴുതിപ്പോയിട്ട് തെറ്റിയിട്ട് വീണ്ടും ഒക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഒരുപാട് സമയം ഇങ്ങനെ ചെലവഴിച്ചാണ് ഓരോ കമൻറ്റും ഓരോ ഉമ്മമാരും എഴുതുന്നത്. അള്ളാഹുവെ പടച്ചവനെ, പാവപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാർ, അവരെ നീ ഇനി വേദനിപ്പിക്കല്ലേ അള്ളാഹു. ഈ വീഡിയോ കാണുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് അംഗന്മാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. ഇനി ആ ഉമ്മമാരെ, ആ സഹോദരിമാരെ നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. അവരുടെയൊക്കെ കുടുംബത്തിൽ ഐശ്വര്യവും സ്വസ്ഥതയും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന വാപ്പമാർ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് പ്രയാസപ്പെട്ടവരാണ്. റബ്ബേ, ഞങ്ങളുടെ വാപ്പമാർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശുദ്ധമായ റമദാനിൻ്റെ പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറയുന്നു, എഴുതുന്നു, അല്ലാഹുവേ എല്ലാവരുടെയും മനസ്സിൻ്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബ സംഗമത്തിന് പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഉസ്താദെ, ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ്. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ
നീണ്ട വഅളല്ല ആവശ്യം. ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ്, ഒരു ഫാമിലി ക്ലാസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10-45 മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ അവിടെ എടുത്തത്. അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ്. അൽഹംദുലില്ലാ, അതിലൊരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടവരുണ്ടാവാം. കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലി, ഒരു ഭാര്യ ഭർത്താക്കന്മാർ, മറ്റു കുടുംബത്തിലെ മറ്റാളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അത് അറിയാം, പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം, പിണക്കം എങ്ങനെ മാറ്റാം, ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം, വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണത്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.